രണ്ട് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്ന NSGനെ പറ്റിയിട്ടാണ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു റിസോഴ്സ് ആണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് അഷ്യൂറിൽ. ഓക്കെ, അഷ്യൂറിൽ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള റിസോഴ്സ് ആണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്, മെയിൻലി ഫോർ വിൻഡോസ്, നോട്ട് വിൻഡോസ്, വെർച്വൽ മെഷീൻ. ഓക്കെ, വെർച്വൽ മെഷീൻ. ഓക്കെ, അപ്പോൾ രണ്ട് ലെവലിൽ നമുക്ക് NSG അറ്റാച്ച് ചെയ്യാന്ന് ഞാൻ തിയററ്റിക്കലി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു യൂസ് കേസ് നമ്മൾ കണ്ടിട്ടില്ല. അത് ജസ്റ്റ് മനസ്സിലാക്കാം. അതും കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് NSGന്റെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ക്വിക്കായിട്ട് ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യണേ. സബ്നെറ്റിന്റെ ആ ഒരു കേസ് ഞാൻ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, സിമ്പിൾ ആണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് സ്റ്റാൻഡേർഡ് വിൻഡോസ് VM തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, യൂസർ നെയിം, പാസ്വേഡ്, എല്ലാ കാര്യങ്ങളും കൊടുക്കുക. ഓക്കെ, അപ്പം തൽക്കാലം ഞാൻ ഇവിടെ നണ്ണ് കൊടുത്തു. നണ്ണ് കൊടുത്ത എന്താ കാര്യം ആവാൻ നിങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്താവില്ല, ഇവിടെ നണ്ണ് രണ്ട് സ്ഥലത്തും നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, ഒരു NSG ക്രിയേറ്റ് ആവില്ല. ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ലേറ്റർ ഓൾറെഡി ഉണ്ടെങ്കിൽ ഇവിടെ അഡ്വാൻസ്ഡ് സെലക്ട് ചെയ്ത് പോകാനേ ഉള്ളൂ. പക്ഷേ എൻ്റെ സിനാരിയോയിൽ ഇപ്പം ഒന്നുമില്ല, എനിക്ക് NSG ഇല്ല. അപ്പോൾ ഞാൻ നണ്ണ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് 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 ക്രിയേറ്റ് ദ VM. ഓക്കെ, എ VM ക്രിയേറ്റഡ് വിത്തൗട്ട് എൻ NSG ഒന്നും അറ്റാച്ച് ചെയ്യാതെ നമ്മളൊരു VM ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഞാൻ പല സിനാരിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, പല രീതിയിലും ചെയ്യാം. അതായത് ഒരിക്കലൊന്നും ബൈഹാർട്ട് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു VM ക്രിയേറ്റ് ആവട്ടെ. മീൻ ടൈം ഞാനൊന്ന് സ്ക്രീന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, ഞാൻ NSG നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് സെക്ഷനിലേക്ക് വന്നു. ഓക്കെ, കറന്റ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഒന്നും ഇല്ല. അതേപോലെ ഈ VMന്റെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ NSG നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുമില്ല, നണ്ണാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട എന്ത് NSG നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ പോയിന്റ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഒരു NSG അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി എന്തായിരിക്കും ആ VMലേക്കുള്ള ആക്സസ് ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാനേ പറ്റില്ല. RDP ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ലൈനക്സ് തന്നെ SSH ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു അപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ട്, HTTP അല്ലെങ്കിൽ ഒരു SQL റൺ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഒക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല വിത്തൗട്ട് എൻ NSG. ഓക്കെ, NSG ഉണ്ടായാൽ മാത്രം പോരാ, NSGക്കകത്ത് പ്രോപ്പർ റൂൾസും കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ VM ക്രിയേറ്റ് ആയി. VM ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ VMലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് VM കാണാം. സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്നലെ കണ്ടു, ഈ ഒരു IP എടുത്തിട്ട് ഞാൻ റിമോട്ട് ഡെസ്ക്ടോപ്പ് എടുത്തിട്ട് ട്രൈ ചെയ്താൽ വർക്ക് ആവില്ല ബേസിക്കലി, കാരണം അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഈ ഒരു സിനാരിയോയിൽ എന്താ ചെയ്യേണ്ടത്, എനിക്കിത് ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, NSG ആഡ് ചെയ്യണം. അതെ, NSG ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം പോയിട്ട് നമുക്ക് NSG ഇല്ല, നമ്മൾ ഇന്നലെ കണ്ട സിനാരിയോയിൽ NSG അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നു, റൂൾ ആയിരുന്നു ആഡ് ചെയ്തത്, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യണം ചെയ്തത്, എക്സിസ്റ്റിംഗ് NSG അറ്റാച്ച് ചെയ്തത്. പക്ഷേ ഈ സിനാരിയോയിൽ NSG ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു NSG ഡയറക്ട്ലി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, NSG ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പർ പേരൊക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്ത് കൊടുത്തു ഞാൻ, NSG1, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്കെ ഒരു പേര് കൊടുത്തു. സെയിം റീജിയനിലായിരിക്കണം, മേക്ക് ഷുവർ ചെയ്യുക ഏത് റിസോഴ്സിലേക്കാണോ നിങ്ങൾ അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സെയിം റീജിയനിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അതൊക്കെ റീജിയണൽ റിസോഴ്സസ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ക്രിയേറ്റ്. ഓക്കെ, ഇങ്ങനെ ഞാനൊരു ബ്ലാങ്ക് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ട് ഒരു NSG ക്രിയേറ്റ് ചെയ്താൽ എന്തായിരിക്കും അതിനകത്തുള്ള റൂൾസ് ഉണ്ടാവുക, ബൈ ഡിഫോൾട്ട് ഉള്ള റൂൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ 3 ഇൻബൗണ്ട് റൂൾസ് ബൈ ഡിഫോൾട്ട് ഉള്ളതും അതേപോലെ 3 ഔട്ട്ബൗണ്ട് റൂൾസ് ബൈ ഡിഫോൾട്ട് ഉള്ളതും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഡിഫോൾട്ട് റൂൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയണം. ഡിഫോൾട്ട് റൂൾസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, NSGയിലുള്ള ബൈ ഡിഫോൾട്ട് റൂൾസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഒരു റൂളിനെ വേണമെങ്കിൽ ആൾട്ടർ ചെയ്യാം. എങ്ങനെ, പ്രയോറിറ്റീന്റെ രീതിയിൽ കളിക്കണം. ഓക്കെ, അവിടെയാണ് പ്രയോറിറ്റീന്റെ ഒക്കെ ഗെയിം വരിക. ഓക്കെ, പ്രയോറിറ്റീന്റെ ഒക്കെ കളികളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈവൻ നിങ്ങൾക്ക് ഇത് പോലും വേണ്ട, അങ്ങനെയൊക്കെ സിനാരിയോ വരാറുണ്ട്. അങ്ങനെയൊക്കെ സിനാരിയോ 100% ഓർഗനൈസേഷനിൽ വരാറുണ്ട്. ഈവൻ ഡിഫോൾട്ട് റൂൾസ് പോലും ചിലത് വേണ്ട എന്നൊക്കെയുള്ള ലെവലൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് നെറ്റ്വർക്കിനുള്ളിൽ തന്നെ സെയിം നെറ്റ്വർക്കിനുള്ളിൽ തന്നെ റിസോഴ്സിനെ ചില റിസോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എന്നുള്ള സിനാരിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ മേലെ ആദ്യം തന്നെ എൻറ്റയർലി ഒരു ഡിനൈ റൂൾ കൊടുക്കുക, അതിന്റെ മേലെ റിക്വയർഡ് ആയിട്ടുള്ള റൂൾസ് കൊടുക്കാറാണ് സാധാരണ പതിവ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബൈ ഡിഫോൾട്ട് ഇപ്പോൾ NSG ഇപ്പോൾ സെപ്പറേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുള്ള റൂൾ ഇൻബൗണ്ട് 3 എണ്ണം,
ഔട്ട് ബൗണ്ട് 3 ഇതൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, ഇതൊക്കെ ബൈ ഡിഫോൾട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഡീഫോൾട്ട് റൂൾസ് ആണത്. ഓക്കെ, ഡീഫോൾട്ട് റൂൾസ് NSGയിൽ ഉണ്ടാവും 3 ഐ മീൻ ഔട്ട് ബൗണ്ടിൽ 3 ഇൻബൗണ്ടിൽ 3. ഓക്കെ, ഇനി ഞാൻ ഈ VM പോയിട്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സോറി VMലോ അല്ലെങ്കിൽ ഐദർ ഇവിടെ തന്നെ ചെയ്യാം, ഇതായിരിക്കും സിമ്പിൾ. ഓക്കെ, ഇവിടെ വന്നിട്ട് നെറ്റ്വർക്ക് ഇന്റർഫേസിൽ വന്നിട്ട് ഓക്കെ നമുക്ക് NSG ഏതൊക്കെ സെക്ഷനിൽ അല്ലെങ്കിൽ ഏതൊക്കെ റിസോഴ്സിലേക്കാണ് അറ്റാച്ച് ചെയ്യാൻ പറ്റുക? 2 റിസോഴ്സാണ്. ഏതൊക്കെ റിസോഴ്സിലേക്കാണ് അറ്റാച്ച് ചെയ്യാൻ പറ്റുക നമ്മൾ പഠിച്ചത്? അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി നമ്മൾ പഠിച്ചത് സബ്നെറ്റും നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡും. ഓക്കെ, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? എന്തിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്? VM തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, VM തന്നെയാണ്. കാരണം ഓരോ VM എന്തുണ്ട്, ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ട്. ഇൻഡയറക്ട്ലി നമ്മൾ VMലേക്ക് തന്നെയാണ് അറ്റാച്ച്മെന്റ് വരുന്നത്, ഇന്റർഫേസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇനീഷ്യലി ഒക്കെ ക്ലാസ്സിൽ പഠിച്ച പോലെ നെറ്റ്വർക്ക് ഇന്റർഫേസ് ആണ് നമ്മുടെ നമ്മുടെ നെറ്റ്വർക്കിന്റെ റിലേറ്റഡ് ആയിട്ട് IP അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും കൺട്രോൾ ചെയ്യുന്ന ആള് നെറ്റ്വർക്ക് ഇന്റർഫേസ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു റിസോഴ്സും അവിടേക്ക് അറ്റാച്ച്മെന്റ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ വന്നു, കറന്റ് ഒരു റിസോഴ്സും അസോസിയേറ്റഡ് അല്ല ഈ ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പിലേക്ക്. അതുകൊണ്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. സെലക്ട് അസോസിയേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളുടെ ESTSൽ വിത്തൗട്ട് NSGയുടെ അറ്റാച്ച്മെന്റ് ഇല്ലാതെ കിടക്കുന്ന നിക്കാർഡ് അല്ലെങ്കിൽ ആ റിസോഴ്സ് എന്ത് കാണിക്കും? ഫ്രീ ആയിട്ട് കാണിക്കും, അസോസിയേറ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ട് കാണിക്കും. ഓക്കെ, നെറ്റ്വർക്ക് ഇന്റർഫേസ് സെലക്ട് ചെയ്തിട്ട് അസോസിയേറ്റ് കൊടുക്കുക. അസോസിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൈലബിൾ, അതായത് NSG അറ്റാച്ച് ചെയ്യാത്ത റിസോഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണിക്കും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇത് ഓൾറെഡി വേറൊരു NSGയിലേക്ക്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു NSG 2 അല്ലെങ്കിൽ 3 ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ഓൾറെഡി അറ്റാച്ച്ഡ് ആണെങ്കിൽ ഇവിടെ ഞാൻ സെലക്ട് ചെയ്താൽ ഇവിടെ അവൈലബിൾ ആയിട്ട് കാണിക്കുമോ? കാണിക്കില്ല. കാരണം അറ്റ് എ ടൈം ഒരു NSGയിലേക്ക് ഒരു നിക്കാർഡ് അറ്റാച്ച് ചെയ്യാൻ പറ്റാം. ഓക്കെ, ഐദർ യു നീഡ് ടു റിമൂവ് ദെൻ യു ക്യാൻ അസൈൻ, അങ്ങനെ പറ്റുള്ളൂ. ഓക്കെ, ക്ലിക്ക് ഓൺ ഓക്കെ. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ആ VMന്റെ ഇന്റർഫേസ് ഇൻഡയറക്ട്ലി ഈ ഒരു NSGയിലേക്ക് അറ്റാച്ച്മെന്റ് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ നെറ്റ്വർക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ റൂൾസ് ഇവിടേക്ക് എഫക്റ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, എഫക്റ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, എഫക്റ്റ് ആയി ബേസിക്കലി അറ്റാച്ച്മെന്റ് ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി. അതുകൊണ്ടാണ് ആ ഒരു റൂൾസ് ഒക്കെ ഇവിടേക്ക് ഇപ്പം വന്നത്. നിങ്ങൾ നോക്കി NSG1 അറ്റാച്ച്ഡ് ടു ദിസ് ഇന്റർഫേസ് ആൻഡ് ദിസ് ഇന്റർഫേസ് ഈസ് ദ VM's ഇന്റർഫേസ്. ഓക്കെ, അപ്പൊ ഇൻഡയറക്ട്ലി നമ്മൾ VMന് NSG അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു NSG അറ്റാച്ച് ചെയ്ത് കൊടുത്തു, ഫൈൻ. എനിക്ക് ഈ VM വിൻഡോസ് ആണ്, RDP എടുക്കാൻ പറ്റുമോ? പറ്റില്ല. സ്റ്റിൽ നമുക്ക് വേണ്ട റൂൾ ഇപ്പോഴും ഇൻ പ്ലേസ് ഇല്ല. ഓക്കെ, നമ്മൾക്ക് ഇൻ പ്ലേസ് ഇല്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് ഇവിടുന്ന് കൊടുക്കാം. സി, നമ്മൾ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കാം, നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത് എന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ തത്ത പറയുന്ന പോലെ പറയുന്നത്. ഓക്കെ, അതായത് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, നിങ്ങൾക്ക് ഐദർ ഇവിടുന്ന് എന്ത് ചെയ്യാം, ആഡ് റൂൾ നമ്മൾ ഇന്നലെ കണ്ട പോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഈ സെക്ഷനിലേക്ക് വന്നിട്ട് ഇവിടെ അവർ കൊടുക്കുന്നുണ്ട് ഓപ്ഷൻ ആഡ് ഇൻബൗണ്ട് പോർട്ട് റൂൾ. ഇതൊക്കെ ബേസിക്കലി എന്തെന്നെയാണ് സംഭവിക്കുന്നത്? സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത് ബേസിക്കലി. ഓക്കെ, സെയിം സംഭവം തന്നെയാണ്. അല്ലാതെ അയ്യോ അവിടെ പോയിട്ട് തന്നെ ചെയ്യണ്ടേ, ഇവിടെ തന്നെ ചെയ്യണ്ടേ, അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത് നമ്മൾ ലേൺ ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുമ്പോൾ. ഓക്കെ, ഇതൊന്നൊരു തിയററ്റിക്കലായിട്ട് നമ്മൾ ഇനീഷ്യലി സംസാരിക്കുന്നുണ്ടെങ്കിലും കൂടെ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഇത് പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, ഇൻബൗണ്ട് റൂൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി ആ റൂൾ നമ്മൾ അവിടെ ആഡ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ VMന്റെ IP എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം, ആക്സസ് ചെയ്യുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പോപ്പ് വരുന്നുണ്ട്, അതിന്റെ അർത്ഥം കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ആ VMലേക്ക് NSGയിലുള്ള റൂൾ വഴി നമുക്ക് ഓക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ആ കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിച്ചു NSG ഏതൊക്കെ റിസോഴ്സിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളുടെ ആൻസർ എന്താണ്? 2 റിസോഴ്സ് ആണ്. ഏതൊക്കെയാണ് റിസോഴ്സ്? നെറ്റ്വർക്ക് ഇന്റർഫേസും സബ്നെറ്റും ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം ഓക്കെ, അതെന്താണ് അങ്ങനെ ഒരു ഓപ്ഷൻ അവർ തരാൻ കാരണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു യൂസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? അതെ, കറക്റ്റ് ആണ്. ബേസിക്കലി ഒരു ഗ്രൂപ്പ് ഓഫ് VMsന് നമുക്ക് എൻറ്റയർലി ഒരു സെറ്റ് ഓഫ് റൂൾ മതിയെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് അറ്റാച്ചിങ് സിംഗിൾ VM സബ്നെറ്റ് ലെവൽ അറ്റാച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ റൂളൊക്കെ എന്താവും, ഇൻഹെറിറ്റ് ആവും. നമ്മൾ വീണ്ടും വീണ്ടും പോയി എന്ത് ചെയ്യണ്ട, NSG അറ്റാച്ച് ചെയ്യണ്ട. അതായത് നമ്മളിപ്പോൾ ഒരു ഡയഗ്രാം വരച്ചിട്ട് അതിനെ പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇത് ഒരു വെർച്വൽ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, നമ്മൾ ഏതൊരു VM എടുത്തു കഴിഞ്ഞാലും അത് എവിടെ ഇരിക്കുന്നത്? ഒരു വെർച്വൽ നെറ്റ്വർക്കിനകത്താണ് ഇരിക്കുന്നത്. കണ്ടല്ലേ, ഇതാണ് നമ്മുടെ നെറ്റ്വർക്കിന്റെ പേര്, വെർച്വൽ നെറ്റ്വർക്ക്, സോറി
വെർച്വൽ നെറ്റ്വർക്ക് VM ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്താണ്, പക്ഷെ നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ കാണാനുണ്ട് നെറ്റ്വർക്കിനെ പറ്റിയിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്കിനായിരിക്കുന്നത് നെറ്റ്വർക്കിനകത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ട്, സബ്നെറ്റ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ്ലി ആ ഒരു വെർച്വൽ നെറ്റ്വർക്കിന്റെ റിസോഴ്സിലേക്ക് പോവാം. ഇൻഡയറക്ട്ലി ക്രിയേറ്റ് ചെയ്താണ് ഇതൊക്കെ, ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ VM ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിനൊരു CADR കാര്യങ്ങളൊക്കെ ഉണ്ട്. CADR എന്ന് പറഞ്ഞാൽ IP റേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക്. ഓക്കെ, ഈ നെറ്റ്വർക്കിനുള്ളിൽ പോയാലും നെറ്റ്വർക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അതായത് സബ്നെറ്റ് കാണാം. അപ്പൊ കറന്റ്ലി ഇപ്പൊ എത്ര സബ്നെറ്റ് ആണുള്ളത്? കറന്റ്ലി ഒരൊറ്റ സബ്നെറ്റേ ഉള്ളൂ. അത് ഡീഫോൾട്ട് നമ്മൾ ഇനീഷ്യലി നമ്മൾ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തപ്പോൾ VMന്റെ ക്രിയേഷന്റെ കൂടെ ക്രിയേറ്റ് ചെയ്തൊരു നെറ്റ്വർക്ക് ആണിത്. അതിന്റെ കൂടെ ക്രിയേറ്റ് ചെയ്തൊരു സബ്നെറ്റ് ആണ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ല, ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ കണക്റ്റഡ് ഡിവൈസിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് കാണാം എത്ര VM ഇതിനകത്ത് കണക്ട്, എത്ര റിസോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിസോഴ്സ് മാത്രമേ ഇപ്പം കറന്റ് നമ്മളെ ഈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ആയിട്ടുള്ളൂ. ഈ നെറ്റ്വർക്ക് ഈ റിസോഴ്സ് ഏതാണ്? സ്വാഭാവികമായിട്ടും VM1 ആണ്. ഓക്കെ, VM1ന്റെ ഇന്റർഫേസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞു നമ്മുടെ സിനാരിയോയില് ഇത് നമ്മുടെ VNet. ഓക്കെ, വെർച്വൽ നെറ്റ്വർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ പേര്, ജസ്റ്റ് വെർച്വൽ നെറ്റ്വർക്ക് എന്ന് മാത്രമേ ഞാൻ കൊടുത്തു, VM1 നെറ്റോ വാട്ട് മേ ബി. ഓക്കെ, പക്ഷെ ഇപ്പൊ കറന്റ്ലി ഇതിനകത്ത് എത്ര സബ്നെറ്റ് ഉണ്ട്? കറന്റ്ലി ഇപ്പൊ ഇതിനകത്ത് എത്ര സബ്നെറ്റ് ഉണ്ട്? കറന്റ്ലി ഒറ്റ സബ്നെറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, മിനിമം ഒന്നെങ്കിൽ മാൻഡേറ്ററി ആണ്, കാരണം വിത്തൗട്ട് എ സബ്നെറ്റ് വി കനോട്ട് ക്രിയേറ്റ് അവർ റിസോഴ്സ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺ സബ്നെറ്റ് ഈസ് മാൻഡേറ്ററി. ഓക്കെ, അപ്പൊ ഇതാണ് സബ്നെറ്റ്. ഇതിനെന്തോ പേരൊക്കെ ഉണ്ട്, ഡിഫോൾട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതൊക്കെ ഫൈൻ, ദാറ്റ് ഇസ് നോട്ട് ആൻ അവർ കൺസേൺ. ഓക്കെ, ജസ്റ്റ് ഒരു പേരുണ്ട്. അപ്പൊ സബ്നെറ്റ് ആണ് എൻഡ് ഓഫ് ദി ഡേ. ഓക്കെ, ഇതും സബ്നെറ്റ് ആണ്. ഈ സബ്നെറ്റിനകത്താണ് ആരിയിരിക്കുന്നത്? നമ്മുടെ വെർച്വൽ മെഷീൻ ഇരിക്കുന്നത്. ഓക്കെ, വെർച്വൽ മെഷീൻ ഇരിക്കുന്നത് VM1. ഓക്കെ, സ്വാഭാവികമായിട്ടും വെർച്വൽ മെഷീന് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇന്റർഫേസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. ഇവിടെ ഇന്റർഫേസ് കാർഡ് ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്, ഡിസ്ക് ഒക്കെ ബേസിക്കലി അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു സിനാരിയോയില് നമ്മൾ NSGനെ പറ്റിയാണ് മനസ്സിലാക്കുന്നത്. NSG എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സിനാരിയോയില് ഇന്റർഫേസിലാണ് അറ്റാച്ച് വന്നിരിക്കുന്നത് അല്ലെ? ഇവിടെയാണ് ബേസിക്കലി വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും NSGയിലാണ്, സോറി ഇന്റർഫേസിലാണ് നമ്മുടെ NSG നമ്മൾ ഇനീഷ്യലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വെളിയിൽ നിന്നുള്ള ഒരാള് ആക്സസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് ട്രാഫിക് വരിക. RDP ആക്സസ് ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആക്സസ് ചെയ്യുമ്പോൾ ട്രാഫിക് ഇതിലൂടെ വന്നിട്ട് നെറ്റ്വർക്കിൽ ഹിറ്റ് ചെയ്തു, ഇവിടേക്ക് വന്നു, സബ്നെറ്റ് വന്നു. സബ്നെറ്റ് ഇവിടെ ഒന്നും ബ്ലോക്ക് ഇല്ല, ഇവിടെ ഒന്നും ബ്ലോക്ക് ഇല്ല. നേരെ എവിടെയാണ് എത്തുന്നത്? ഇവിടേക്ക് നേരിട്ടെത്തി. ഓക്കെ, ഇവിടേക്ക് നേരിട്ടെത്തി NSGയിൽ. അതായത് VMലേക്ക് നേരെ വന്ന് ടച്ച് ചെയ്തു. NSG VMനെ ടച്ച് ചെയ്തിരിക്കുന്ന ഇന്റർഫേസിന്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് NSG. അവിടെ വന്ന് ടച്ച് ചെയ്തു, അവിടെ വന്നിട്ട് റൂൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഉള്ളിൽ കയറും. ഓക്കെ, അപ്പം ഇനി ഞാൻ പിന്നീട് ഇതിനകത്ത് വീണ്ടും ഇമാജിൻ ചെയ്യുക, ഒരു VM2 ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, VM2 ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ റിലേറ്റ് ചെയ്യുന്നുണ്ടാവും. ക്രിയേറ്റ് ചെയ്തു. ഇതിനും സ്വാഭാവികമായിട്ട് എന്തുണ്ട്? ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനും ഉണ്ട്. നമ്മൾ നേരത്തെ ഇതുവരെ പഠിച്ച ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇതിന് എങ്ങനെ NSG അറ്റാച്ച് ചെയ്യണം? നമ്മൾ ഇതിന് ഓട്ടോമാറ്റിക്കലി ഈ VM1ന്റെ NSG ഓട്ടോമാറ്റിക് വരുമോ? ഓട്ടോമാറ്റിക് വരില്ല. നമ്മൾ എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം. ഒന്നില്ലെങ്കിൽ സെയിം NSG അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ NSG എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതിന് വീണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷേ നമ്മുടെ റിയൽ പ്രൊഡക്ഷൻ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഒരു സബ്നെറ്റിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ്നെറ്റിലോ ഒക്കെ ആയിട്ട് ഒന്നോ രണ്ടോ VMs ഒന്നും അല്ല ഉണ്ടാവും. ഇത് ഒന്നോ രണ്ടോ VM ആണ്, നിങ്ങൾക്ക് ഈസിയാണ്. ഒന്നോ രണ്ടോ NSG അല്ലെങ്കിൽ സെയിം NSG യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് ഹൺഡ്രഡ്സ് ഓഫ് VMs ഉണ്ടെങ്കിൽ ഓരോരോ VMും ഓരോരോ NSGയോ അല്ലെങ്കിൽ ഓരോ എന്താ പറയുക, ഇൻഡിവിജ്വൽ NSG വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫേസിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് പ്രോപ്പർ അല്ല. അതൊരു സിസ്റ്റം അഡ്മിൻ അല്ലെങ്കിൽ ക്ലൗഡ് അഡ്മിന് ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം, ഈ സബ്നെറ്റ് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേറൊരു സബ്നെറ്റ് ഡ്രോ ചെയ്തു. ഓക്കെ, നമുക്ക് വേറൊരു സബ്നെറ്റ് ഉണ്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, സബ്നെറ്റ് പറ്റി നമുക്ക് മനസ്സിലാക്കട്ടോ, എപ്പോഴല്ല. സബ്നെറ്റ് 2, ഇത് വേറൊരു സബ്നെറ്റ്. ഓക്കെ, ഇത് സബ്നെറ്റ് 1 ആയിരുന്നു നമ്മളത്. അതേപോലെ ഇത് സബ്നെറ്റ് 2. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവിടെ നമ്മൾ VMs ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ VMs ആണ്, വെർച്വൽ മെഷീൻസ് ആണ്. ഇതിനകത്ത് കുറെ VMs ഉണ്ട്. മേ ബി ഒരു 6-7 VMs ഉണ്ട്. ഓക്കെ, ഇത്രയും VMs ഉണ്ട്. ഓക്കെ, ഇപ്പൊ ബേസിക്കലി ഇൻസ്റ്റെഡ് ഓഫ് ഇനീഷ്യലി സബ്നെറ്റ് 1ൽ ഓൾറെഡി നമ്മൾ അങ്ങനെ ഒരു ഫോൾട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് എന്നല്ല പറയുന്നത്, നമുക്കൊരു അറിയില്ലായിരുന്നു. നമ്മൾ NSG നേരിട്ട് VMലേക്ക് അറ്റാച്ച് ഇന്റർഫേസ് വഴി ചെയ്യായിരുന്നു ചെയ്തത്. പക്ഷേ NSGക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെന്നും കൂടി നമ്മൾ അറിഞ്ഞു. എന്ത്? NSG ക്യാൻ ബി അറ്റാച്ച്ഡ് അറ്റ്
സബ്നെറ്റ് ലെവൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, NSനെ പിടിച്ച് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിനാരിയോ ഉള്ള ഒരു VM ആണെങ്കിൽ, ഐ മീൻ സബ്നെറ്റിലുള്ള റിസോഴ്സസ് ആണെങ്കിൽ, ഓക്കെ, ഇനിയിപ്പോൾ ട്രാഫിക് വരുമ്പോൾ വെളിയിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കുകയാണ് ഒരാൾ, ഏത് VM, നമ്മുടെ ഇവിടെയുള്ള VMs, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു VM3 ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്താൽ നേരത്തെ ഇൻസ്റ്റെഡ് ഓഫ് നേരിട്ട് ഉള്ളിൽ പോകുന്നതിന് പകരം ആദ്യം അവിടെ ഹിറ്റ് വരും സബ്നെറ്റിനകത്തുള്ള, സബ്നെറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന NSGയിലാണ് ഹിറ്റ് വരിക ഇനീഷ്യലി. ഓക്കെ, NSG ഒക്കെ കാണാനൊക്കെ ഒരേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അറ്റാച്ച് ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൂ എന്ത് വ്യത്യാസമുള്ളത്. ഓക്കെ, നമ്മളിപ്പം ചെയ്തതിനകത്ത് നിന്ന് അറ്റാച്ച് ചെയ്യുന്നൊരു കേസിൽ മാത്രമേ ഇപ്പം വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട്, ഓക്കെ, ഇവിടെ വന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യും. എന്ത് ഇവാലുവേറ്റ് ചെയ്യും? ഇതിനകത്ത് എന്തൊക്കെയാണ് റൂൾ ഉള്ളത്, അലോ ആണോ ഉള്ളിലേക്ക് കയറാൻ, അങ്ങനെയുള്ള സിനാരിയോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബേസിക്കലി സബ്നെറ്റ് ലെവൽ അറ്റാച്ച്മെന്റ് വന്നാൽ ചെയ്യാം. നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, കാണാം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. നിങ്ങളത് ചോദ്യം ഞാൻ നിങ്ങളിത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡൗട്ട്. അത് വന്നിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഡൗട്ട് ഇവിടെ, ഇമ്പോർട്ടൻറ്റ് ഡൗട്ടും ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ ക്വസ്റ്റ്യനും ഉണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം അത്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഒരു NSG ക്രിയേറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു NSG കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു NSG കൂടെ ക്രിയേറ്റ് ചെയ്യാണ്, റിസോഴ്സ് ഗ്രൂപ്പ്. ഓക്കെ, NSG2. ഓക്കെ, ഇത് ഞാൻ ബേസിക്കലി സബ്നെറ്റ് ലെവലിൽ അറ്റാച്ച് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, ക്രിയേറ്റ്. ഞാനിത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ നെറ്റ്വർക്കിനെ പറ്റി കൂടുതലും മനസ്സിലാക്കാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാം, ഞാനൊരു സബ്നെറ്റും കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഈ ഡെമോ ഒന്നും കൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ. ഓക്കെ, സബ്നെറ്റ് 2 എന്ന് പേര് കൊടുത്തു. ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ, ഇതൊക്കെ നമുക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആഡ് ഒരു പുതിയ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്ത്, സബ്നെറ്റ് ക്രിയേഷൻ, നെറ്റ്വർക്ക് ക്രിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലൗഡിൽ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ഈ IP-ന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ 2 സബ്നെറ്റ് ഉണ്ട്. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി NSG ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അത് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ യൂട്ടിലൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, യൂട്ടിലൈസ് ഒന്നും ചെയ്തിട്ടില്ല, അവിടെ കിടക്കുന്നുണ്ട്. NSG1 മാത്രമേ ഇപ്പൊ കറന്റ് യൂട്ടിലൈസേഷൻ ചെയ്തിട്ടുള്ളൂ. NSG2 സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും വെർച്വൽ മെഷീനിലേക്ക് വന്നു. ഓക്കെ, വെർച്വൽ മെഷീനിലേക്ക് വന്നു. നമ്മുടെ VM1 ഓക്കെ ഫൈൻ, നമ്മുടെ VM1 NSG1 ഒക്കെ അറ്റാച്ച് ചെയ്ത് അവിടെ ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ VM ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നോ ഇൻഫ്രാസ്ട്രക്ചർ റിഡൻഡൻസി, ഇതൊക്കെ നമ്മുടെ നോർമൽ കാര്യങ്ങളൊക്കെ തന്നെ. CPU, യൂസർ നെയിം, പാസ്വേഡ്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? നണ്ണ് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് അത് ചെയ്യണോ വേണ്ടെന്നുള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ കറന്റ് NSGനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ അതൊക്കെ നണ്ണ് കൊടുത്തു. എനിക്ക് ഓൾറെഡി NSG ഉണ്ട്, അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നണ്ണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയും നണ്ണ് കൊടുത്തു. ഇവിടെ അഡ്വാൻസ് കൊടുത്താൽ ആരായിരിക്കും കാണിക്കുക? നമുക്കിവിടെ പഴയ NSGനൊക്കെ കാണിക്കും. സോറി, 2 NSGയും കാണിക്കും. നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഓക്കെ, ഐദർ നിങ്ങൾ സെലക്ട് ചെയ്യാം, നമുക്ക് പിന്നീട് വരാം, അതാ മനസ്സിലാവുക. ഓക്കെ, ഞാൻ നണ്ണ് കൊടുത്തു, പിന്നീട് വന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, നോ പ്രോബ്ലം. ഐദർ വേ യു കൻ ഡു. ഓക്കെ, നോട്ട് ആൻ ഇഷ്യൂ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നേരിട്ട് ഇവിടുന്ന് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതിന്റെ ശേഷം ഒക്കെ ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഒരു VM നമ്മൾ ഇനീഷ്യലി NSG അറ്റാച്ച് ചെയ്യാതെ തന്നെ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നേരത്തെ വന്ന പോലെ NSG1ലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത പോലെ NSG2 ഞാൻ സെലക്ട് ചെയ്താലും നമുക്ക് സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാം, ഡീഫോൾട്ട് റൂളും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇന്റർഫേസിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഇന്റർഫേസും എന്താ പറയുക, ബൈ ഡിഫോൾട്ട് അറ്റാച്ച്ഡ് അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണിത്. NSG ക്യാൻ ബി അറ്റാച്ച്ഡ് ടു ലെവൽ ഇന്റർഫേസ് ഓർ സബ്നെറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി നോക്കാനുള്ളത് സബ്നെറ്റിലേക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, സിമിലർ സംഭവം തന്നെയാണ്, സിമിലർ കൈൻഡ് ഓഫ് പരിപാടി തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അസോസിയേറ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്താ പറയുക, ഇപ്പം എന്താ കാണുന്നത്? ഇപ്പം കാണുന്നത് വെർച്വൽ നെറ്റ്വർക്ക് ആണ്. നമ്മൾ നേരത്തെ ഇന്റർഫേസ് ആകുമ്പോൾ ഇന്റർഫേസ് റിലേറ്റഡ് കാര്യങ്ങളാണ് കാണുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സബ്നെറ്റ് ആണ്, അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് സബ്നെറ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഏത് സബ്നെറ്റ് സെലക്ട് ചെയ്തു? സബ്നെറ്റ് 2. ഈ ഡയഗ്രാം പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സബ്നെറ്റ് 2ത്തെ റിസോഴ്സ് സബ്നെറ്റ് 2 സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ NSG കറന്റ്ലി സബ്നെറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്?
അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ VM-ൽ ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ആ ഒരു NSG2-ന്റെ റൂള് എന്ത് വരും, താഴെ കാണിക്കും. ഓക്കെ, എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മീൻ ടൈം ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇൻബൗണ്ട് റൂളിൽ നമുക്ക് റൂളും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. NSG2-ൽ ഞാൻ എന്ത് ചെയ്തു, ഫ്രം മൈ IP അഡ്രസ് കുറച്ചും കൂടി ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, RDP സെലക്ട് ചെയ്തു, അലോ കൊടുത്തു. ഓക്കെ, അലോ IP അഡ്രസ് അതൊക്കെ കൊടുത്തു, ആഡ് കൊടുത്തു. ഓക്കെ, ബേസിക്കലി എൻ്റെ ഒരു പബ്ലിക് IP-ന്ന് മാത്രം ഞാൻ ഇതിലേക്ക് RDP ആക്സസ് ചെയ്യാനുള്ള റൂള് ക്രിയേറ്റ് ചെയ്തു ഈ ഒരു പുതിയ NSG-കകത്ത്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ വീണ്ടും പോയി കഴിഞ്ഞാൽ, ഓക്കെ വന്നിട്ടില്ല, ക്രിയേറ്റ് ചെയ്ത അറ്റാച്ച് ചെയ്തിരിക്കുന്ന NSG-യും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസും കൂടെ സ്വാഭാവികമായിട്ടും കാണിക്കണം. ഓക്കെ, അപ്പം ഇവിടെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു സബ്നെറ്റിന്റെ എക്സാമ്പിൾ എടുക്കാം. നമുക്ക് മേ ബി സബ്നെറ്റ് 1-ന്റെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, സബ്നെറ്റ് 1-ന്റെ എക്സാമ്പിൾ നമ്മൾ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്ത VM നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെറ്റ്വർക്ക് ഇന്റർഫേസിലേക്കാണ്. ഓക്കെ, നെറ്റ്വർക്ക് ഇന്റർഫേസിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ VM1-ന്റെ ഇന്റർഫേസിലേക്കാണ് NSG1 അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് റൂൾ കൊടുത്തു, RDP-ക്കുള്ള റൂളൊക്കെ കൊടുത്തു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആക്സസ് ചെയ്യാൻ പറ്റി. ഓക്കെ, ആക്സസ് ചെയ്യാൻ പറ്റി. ഇന്റർഫേസിൽ നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ NSG, അതേപോലെ സബ്നെറ്റിലും വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ NSG. സിമിലർലി ഈ ഒരു സിനാരിയോയിൽ സബ്നെറ്റ് 1-ൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പോയിട്ട് എന്ത് ചെയ്തു, NSG അറ്റാച്ച് ചെയ്തു. എവിടെ, ഇവിടെ പോയിട്ട് NSG, ഇത് NSG ആണ്. ഓക്കെ, ഇത് NSG ആണ്. അതേപോലെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇനീഷ്യലി VM-ൽ അറ്റാച്ച് ചെയ്തതിനെ കൊണ്ട് അവിടെ എന്തുണ്ട്, NSG ഉണ്ട്. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? ഇങ്ങനെയുള്ള സിനാരിയോ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള സിനാരിയോ വരാൻ ചാൻസ് ഉണ്ട്. NSG-നെ പറ്റിയൊക്കെ ചോദ്യം വരുമ്പോൾ ഇന്റർവ്യൂവിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനെ തലതിരിച്ച് പല രീതിയിലും ചോദിക്കും. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം. വ്യത്യാസം മനസ്സിലായോ? എന്തുകൊണ്ടാ വരാത്ത മനസ്സിലായോ? എന്തുകൊണ്ടാ വരാത്ത മനസ്സിലായോ? ഞാൻ അറിയാതെ എന്ത് ചെയ്തു, അറിയാതെ ആ VM പോയിട്ട് ഡീഫോൾട്ട് ഇതിൽ തന്നെ പോയി ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് സബ്നെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? പ്ലാൻ ചെയ്തത് VM2-ൽ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഓക്കെ, എന്തായാലും അത് ശ്രദ്ധിക്കാം. നമുക്ക് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞാൻ എക്സ്റ്റൻഷൻ അടിച്ച് പോയപ്പോൾ ക്വിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് പോയതാണ്. ഓക്കെ, VM3 എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, നോ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാൻഡേർഡ്, അത് എവിടുന്നാണ് ആ സെലക്ഷൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നെറ്റ്വർക്കിന്റെ പഠിക്കുമ്പോൾ അത് കൂടുതൽ കാണാം. പക്ഷെ നമ്മൾ ക്വിക്കായിട്ട് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ അങ്ങോട്ട് സ്പീഡിൽ പോയതാണ്, അതാ സംഭവിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കണ്ടോ, ഇവിടെ VM1 നെറ്റ് സെലക്ട് ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് സെലക്ട് ചെയ്തിൽ മാറ്റി കൊടുത്തില്ല, സബ്നെറ്റ് മാറ്റി കൊടുത്തില്ല. അതാണ് സംഭവിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ അതിലേക്ക് പോയത്, ഇതിനകത്തേക്ക് ഫസ്റ്റ് സബ്നെറ്റിലേക്ക് തന്നെ പോയത്. മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഈ NSG നമ്മൾ ഓൾറെഡി നമ്മളിപ്പം ഈ VM ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സബ്നെറ്റ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കണം, ആ ഒരു NSG2-ലുള്ള റൂൾസ് ആ VM-ൽ പോയി കഴിഞ്ഞാലും കാണണം. ഓക്കെ, കാരണം ഇൻഹെറിറ്റ് ചെയ്യും. ഏതിലേക്ക്, ആ VM-ലേക്ക് സബ്നെറ്റ് വഴി ഇൻഹെറിറ്റ് ചെയ്യും. കാരണം നമ്മൾ സബ്നെറ്റിൽ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അറ്റാച്ച്മെന്റിനെ കൊണ്ട് ഇതിൽ ഏത് VM ക്രിയേറ്റ് ചെയ്താലും ഇവിടെയൊക്കെ എന്തുണ്ടാവും, ഈ NSG-ന്റെ റൂൾ ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു യൂസ്, അല്ലെങ്കിൽ ഒരു ഗുണം. ഓക്കെ, ഗുണം. കാരണം വെച്ചാൽ നമ്മൾ ഓരോ VM-ലും പോയിട്ട് എന്ത് ചെയ്യണ്ട, NSG അറ്റാച്ച് ചെയ്യണ്ട. ഓക്കെ, ഇത് നിങ്ങൾ പറയാൻ കഴിയണം ഇന്റർവ്യൂവിൽ. ഓക്കെ, ഇത് സിമ്പിൾ ആണ് പോയിന്റ്, പക്ഷെ ചിലർക്ക് കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ VM3 ഇത് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ പ്രോപ്പർ സബ്നെറ്റിലാണ്, സബ്നെറ്റ് 2-ലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ എന്ത് കാണാം, നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ അലോ ചെയ്തിരിക്കുന്ന ആ ഒരു NSG-യുടെ സംഭവങ്ങളാണ്, NSG2. ഓക്കെ, പക്ഷെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് ഇതും എടുത്തിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ VM-ഉം അതേപോലെ ഇപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന VM-ഉം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. അപ്പൊ VM1-ൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, NSG1 ആണ് അറ്റാച്ച്ഡ് ടു ആരാണത്, എനിക്ക് ഇന്റർഫേസിലേക്കാണ്, അല്ലെങ്കിൽ VM-ലേക്ക് എന്ന് പറയാം നമുക്ക്. ഓക്കെ, VM3-ലേക്ക് വന്നത് ഇവിടെ കാണാം നമുക്ക്, അതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, അറ്റാച്ച്ഡ് ടു. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാലോ, അറ്റാച്ച്ഡ് ടു സബ്നെറ്റ്. അതായത് ഈ ഒരു റൂൾ വന്നിരിക്കുന്നത് എവിടുന്നാണ്, സബ്നെറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന NSG എന്നാണ് വന്നിരിക്കുന്നത്. അതാണ് മെയിൻ വ്യത്യാസം. ഓക്കെ, ഇനി നമ്മളെ നേരത്തെ പോയിന്റിലേക്ക്. അപ്പൊ ഈ ഒരു സിനാരിയോയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, VM3 എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. നോ പ്രോബ്ലം. ഓക്കെ, ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അലോ കൊടുത്തിട്ടുണ്ട്, RDP അലോ കൊടുത്തിട്ടുണ്ട് മൈ IP എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വർക്കിംഗ് ഫൈൻ. ഓക്കെ,
ഇനി ഇമാജിൻ ചെയ്യാം, ഞാൻ ഒരു NSG കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒരു NSG കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, NSG 3. ഓക്കെ, ഈ NSGയിൽ ഞാൻ ഇപ്പൊ റൂൾ ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ എന്തായിരിക്കും ബൈ ഡിഫോൾട്ട് ഉള്ള റൂൾസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ബ്ലാങ്ക്, ഐ മീൻ ആ ഒരു ഡിഫോൾട്ട് 3 റൂൾസ് വെച്ചിട്ടുണ്ടാവും ഇപ്പൊ കറന്റ് NSG 3-ക്കകത്ത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സിനാരിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പോയിന്റ് ആണിത് ഞാനിപ്പോ പറയുന്നത്. NSGനെ പറ്റി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങളിപ്പം കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ നേരെ പോയിട്ട് സബ്നെറ്റ് 1-ലാണ് ഞാൻ, ഐ മീൻ സബ്നെറ്റ് 1 അല്ലെങ്കിൽ ഡിഫോൾട്ട്. ഓക്കെ, ഇതിനകത്ത് പോയിട്ട് ഇപ്പൊ കറന്റ് ഇതിനകത്ത് സബ്നെറ്റ് ലെവലിൽ അറ്റാച്ച്മെന്റ് ഇല്ല. ഓക്കെ, ഞാൻ സബ്നെറ്റ് ലെവലിൽ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ഒരു പുതിയ NSGനെ സബ്നെറ്റ് ലെവലിലും കൂടെ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. NSG 3 എന്താണ്, ഒരു റിസോഴ്സിലും അറ്റാച്ച്ഡ് അല്ല, നെറ്റ്വർക്ക് ഇന്റർഫേസിലും ഇല്ല, സബ്നെറ്റിലും ഇല്ല. അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്യാൻ പോണ്, സബ്നെറ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും പോവാണ്. ഏത് സബ്നെറ്റിലേക്ക്, ഡിഫോൾട്ട് സബ്നെറ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ. അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടത് നേരത്തെ എന്തായിരുന്നു, ഒരു സെക്ഷൻ ആയിരുന്നു കണ്ടത് അല്ലെ. ഈ VMന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ NSൽ വന്നു കഴിഞ്ഞാൽ ഒരു സെക്ഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനിയിപ്പോ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങും ഇവിടെ. ഓക്കെ, എന്താണ് മാറ്റം, രണ്ട് സെക്ഷൻ. അതായത് ഇവിടെ കണ്ടോ, അറ്റാച്ച്ഡ് ടു സബ്നെറ്റ്, മേലെ ആദ്യം കാണിക്കുന്ന ആരെയാണ്, സബ്നെറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന NSG. നമ്മളിപ്പോ പുതിയ ക്രിയേറ്റ് ചെയ്ത NSG ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനകത്ത് ഏതൊക്കെ റൂൾസ് ഉള്ളത്, ഡിഫോൾട്ട് റൂൾസ് ആണുള്ളത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ NIC, ഐ മീൻ എന്തുണ്ട്, ഇതും കാണിക്കുന്നുണ്ട്, NSGയും കാണിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ചെയ്യാൻ പറ്റും. രണ്ട് റിസോഴ്സിലുള്ളത് വേണമെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അലൗഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് രണ്ട് ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ആ രണ്ട് ലെവൽ സപ്പോർട്ടും കൂടി നമുക്ക് ഒറ്റ ടൈം യൂസ് ചെയ്യാം. അല്ലാതെ ഒരു ഇന്റർഫേസ് പോയിട്ട് 3-4 NSG അറ്റാച്ച് ചെയ്യാന്നല്ലേ പറഞ്ഞത്. ഒരു NSG, ഐ മീൻ ഒരു ഇന്റർഫേസിൽ ഒരു NSG അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ വീണ്ടും ബാക്ക് ടു ദ പോയിന്റ്, നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, നമ്മൾ നേരത്തെ VM1 RTP എടുത്തിരുന്നു. ഓക്കെ, ഇത് എനിക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുമോ, അത് തന്നെയാണ് അതിന്റെ ആൻസർ. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. ചിലർ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പല രീതിയിലും ചോദിക്കും. ഇത് സബ്നെറ്റിൽ അറ്റാച്ച്ഡ് ചെയ്താൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ, സബ്നെറ്റിൽ റൂൾ അലൗഡ് ആണ്, NSGയിൽ അലൗഡ് അല്ല, അല്ലെങ്കിൽ NSGയിൽ അലൗഡ് ആണ്, അല്ലെങ്കിൽ സബ്നെറ്റിൽ അലൗഡ് അല്ല, അങ്ങനെ പല രീതിയിൽ വളഞ്ഞ് ചോദിക്കും. ഈവൻ എക്സ്പീരിയൻസ് ആൾക്കാരടക്കം ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഫെയിൽ ആവാറുണ്ട് ഈ ഒരു ചോദ്യത്തിൽ. ഓക്കെ, അവർ വെറുതെ കൺഫ്യൂഷൻ ആവുകയാണ് ബേസിക്കലി. ഓക്കെ, അപ്പം ഈ ഒരു സിനാരിയോയിൽ എന്താ സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ RTP എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ പോയി ഹിറ്റ് പോകുന്നത്, ആദ്യം NSGയിലേക്കാണ്. സോറി, NSG തന്നെയാണ്, സബ്നെറ്റ് ലെവലിലുള്ള NSGയിലേക്ക് പോയി ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, സബ്നെറ്റ് ലെവലിലുള്ള ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെക്ക് ചെയ്യും, RTP അലൗഡ് ആണോ ചെക്ക് ചെയ്യും. ഓക്കെ, RTP ഞാൻ എക്സാമ്പിൾ എടുത്താണ്. വാട്ട് എവർ പോർട്ട് ഇറ്റ് മേ ബി. ഓക്കെ, നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്, ഞാൻ ഓരോ പോർട്ടിന്റെ പേരൊന്നും കേട്ടിട്ട് RTP HTTP വാട്ട് എവർ നമ്മൾ എന്താണോ ട്രൈ ചെയ്യുന്നത് ആ ഒരു പോർട്ടിന്റെ അപ്ലിക്കേഷന്റെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സിനാരിയോയിൽ നമ്മൾ RTP ആണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ RTP ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഓക്കെ, വിൻഡോസ് മെഷീൻ ആണ് RTP ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് റിയൽ ടൈം സിനാരിയോയിൽ ഏത് പോർട്ടും ആകാം. ഓക്കെ, അങ്ങനെ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ RTP ട്രൈ ചെയ്തു, NSGയിൽ വന്നു, ഇവിടെ റൂൾ ഇല്ല. ഇവിടെ റൂൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ തന്നെ ഫെയിൽ ആയി, ബ്ലോക്ക് ചെയ്തു. പിന്നെ ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നുണ്ടോ, ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി എന്റെ ക്വസ്റ്റ്യൻ നേരെ തിരിച്ച്. ഓക്കെ, നേരെ തിരിച്ച് സബ്നെറ്റ് ലെവലിലുള്ള NSGയിൽ ഞാൻ RTP അലോ കൊടുത്തു. ഓക്കെ, അലോ കൊടുത്തു. പക്ഷേ ഇന്റർഫേസ് അല്ലെങ്കിൽ VM ലെവലിലുള്ള NSGയിൽ ഞാൻ അത് RTPക്ക് പ്രത്യേകിച്ച് റൂൾ അലോ ഒന്നും കൊടുത്തില്ല. എന്താ സംഭവിക്കാം, അലോ ആണോ, ബ്ലോക്ക് തന്നെയാണ്. അപ്പൊ എന്താ നമ്മൾ ഈ സിനാരിയോയിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ വരും, ഇവിടെ ഇവാലുവേറ്റ് ചെയ്തു, അലൗഡ് ആണ്. ഓക്കെ, ഉള്ളിലേക്ക് പുള്ളിക്കാരൻ ചെന്നു, ട്രാഫിക് ഇവിടെ വന്നപ്പോൾ എന്താണ്, ഇവിടെ NSG പിന്നെയും കണ്ടു NSG. ഓക്കെ, ഇവിടെ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, ഇവിടെ പ്രത്യേകിച്ച് റൂൾ കൊടുത്തിട്ടില്ല, ബ്ലോക്ക്ഡ് ആയിരുന്നു, ഇവിടെ ബ്ലോക്ക് ആവും. ഓക്കെ, അപ്പം പോയിന്റ് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. കൂടുതൽ കൺഫ്യൂഷനോ അതൊന്നും എന്താ പറയാ ചിന്തിക്കണ്ട, കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു റിസോഴ്സിലേക്ക് NSG വഴി പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് ലെവലിലും അറ്റാച്ച്ഡ് ആണെങ്കിൽ കൂടെ, ഐ മീൻ സബ്നെറ്റ് ലെവലിലും ഇന്റർഫേസിനും കൂടെ അറ്റാച്ച്ഡ് ആണെങ്കിൽ രണ്ട് സ്ഥലത്തും എന്തായിരിക്കണം, അലോ ആയിരിക്കണം. ഓക്കെ, രണ്ട് സ്ഥലത്തും അലോ ആയാലേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലേ? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു വീടുണ്ട്, അത് നല്ലൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ കോമ്പൗണ്ടൊക്കെ ഉള്ള ഒരു വീടാണ്. ഗേറ്റിന്റെ ചാവി നിങ്ങളിലുണ്ട്.
ഓക്കെ, നിങ്ങൾ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് ഡോറിന്റെ അവിടെ എത്തി. ഡോറിന്റെ ചാവി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ? വീട്ടിൽ കയറാൻ പറ്റുമോ? പറ്റില്ല. സെയിം സംഭവം തന്നെയാണത്. ഓക്കെ, സബ്നെറ്റിന്റെ ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സബ്നെറ്റ് ലെവലുള്ള NSG നിങ്ങൾ മെയിൻ ഗേറ്റ് ആയിട്ട് കാണുക. ഇതിന്റെ ഉള്ളിലേക്ക് ചെന്നു, പക്ഷെ സ്റ്റിൽ വീടിന്റെ ചാവി ഇല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ആക്സസ് ഇല്ലെങ്കിൽ ഉള്ളിൽ കയറാൻ പറ്റില്ല. അത്ര തന്നെയുള്ളൂ പരിപാടി. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ കാണാം, രണ്ട് സ്ഥലത്തും വേണം. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ഒരു NSG ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് സെലക്ട് ചെയ്താൽ ഈ ഡിസോസിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, കാരണം ഇത് ഡിസ്അസോസിയേറ്റ് ചെയ്താലേ ഉള്ളൂ. ഇന്റർഫേസ് ലെവലിൽ നിങ്ങൾക്ക് വേറൊരു NSGയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, അറ്റ് എ ടൈം ചെയ്യാൻ പറ്റില്ല. ഒരു NSGയിലെ ഒരു റിസോഴ്സിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീൻസ് വിത്ത് സിമിലർ സെറ്റ് ഓഫ് അപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ സിമിലർ സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, NSG ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് വെറുതെയാണ്. ഓക്കെ, അതായത് ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള റൂളൊക്കെ ചിലപ്പോൾ ചില VMസിലേക്കൊക്കെ വന്നു പോകും. പ്ലാനിങ് പ്രോപ്പർ ആയിരിക്കണം. വെർച്വൽ നെറ്റ്വർക്കും നമുക്ക് അലവ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റൂളിൽ കണ്ടില്ല, ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ റേഞ്ച് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എൻറ്റയർലി IP സെഗ്മെന്റ് കൊടുക്കാം, ഈവൻ സർവീസ് ടാഗ് കൊടുക്കാം. ഇങ്ങനെയുള്ള ഓരോരോ സെഗ്മെന്റ് നമ്മൾ കൂടുതലും നീ പറഞ്ഞ പോലെ IP അഡ്രസ്സും അതിന് CIDറും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് IP എന്നും. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു റൂൾ ഇൻബൗണ്ടിൽ നമ്മൾ ആദ്യം പോയിട്ട് ഒരു നല്ലൊരു ഇതെടുക്കാം. ഒരു മിനിറ്റ്, NSG1 എടുക്കാം. ഓക്കെ, ഇതിനകത്തും 100 ആണ്. ഓക്കെ, ഇത് ബ്ലാങ്ക് ആണ്. ബേസിക്കലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് നമുക്ക് വേണ്ട ആവശ്യമുള്ള പോർട്ടിന്റെ റൂൾ നമ്മൾ നേരിട്ട് പോയി ക്രിയേറ്റ് ചെയ്യില്ല. നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ഹയർ റൂളിൽ ഹയർ പ്രയോറിറ്റിയിൽ എൻറ്റയർലി എന്ത് ചെയ്യും, എൻറ്റയർലി ഇവിടെ ഡെസ്റ്റിനേഷൻ സ്റ്റാർ കൊടുത്താൽ എല്ലാ പോർട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സ്റ്റാർ കൊടുത്താൽ എല്ലാ പോർട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിനേ കൊടുത്തിട്ട് ഒരു വലിയ റൂൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു 4000. ഓക്കെ, സോറി, ഡിനേ അല്ലേ? ഡിനേ തന്നെയാണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു റൂൾ ക്രിയേറ്റ് ചെയ്യും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് ബെസ്റ്റ് പ്രാക്ടീസ്. ഓക്കെ, ബെസ്റ്റ് പ്രാക്ടീസ് ഇതാണ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഫുള്ള് ബ്ലോക്ക് ചെയ്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റും? എന്തിനു വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഉള്ള ഡീഫാൾട്ട് റൂൾ പോലും എനിക്ക് വേണ്ട. ഓക്കെ, സി നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ ഈ റൂൾ ഇല്ലെങ്കിൽ ബേസിക്കലി ഇല്ലെങ്കിലും ചെറിയൊരു ട്രാഫിക് അല്ലെങ്കിൽ ചെറിയൊരു അലോ ഉണ്ട്. അതെന്താണ് ആ അലോ? ഡീഫാൾട്ട് റൂളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്താണ് അലോ? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്താണ്. എന്താണ് അലോ? നെറ്റ്വർക്കിന്റെ ഉള്ളിൽ തമ്മിൽ എന്തുണ്ട്? ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഡയഗ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് എന്റെ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിനകത്ത് ഇപ്പോഴത്തെ സിനാരിയോയിൽ എത്ര സബ്നെറ്റ് ഉണ്ട്? 2 സബ്നെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു റൂൾ നിങ്ങൾ നേരത്തെ കണ്ട റൂൾ വെർച്വൽ നെറ്റ്വർക്ക് ടു വെർച്വൽ നെറ്റ്വർക്ക് അലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VMന് വേണമെങ്കിൽ ഇവിടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇയാൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ചെയ്യാം, ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് ചെയ്യാം, ഇത് വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്യാം, ഇത് അങ്ങോട്ട് ചെയ്യാം. ആ ട്രാഫിക് അലോ ചെയ്യുന്ന റൂൾ ആരാ? ഇതാണത്. മനസ്സിലായോ? അവിടെ ഒരു ബ്ലോക്കും ഇല്ല, ഏത് പോർട്ടും എന്തും അലൗഡ് ആണ്. സി അത് സേഫ് ആണ്, അതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ അത് ഇന്റേണലി ആ ഒരു നെറ്റ്വർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിശ്വസിക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തന്നെയാണ് ആക്സസ് ചെയ്യുന്ന നെറ്റ്വർക്ക്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സ് അലൗഡ് ആണ്. പക്ഷേങ്കിലും ഇങ്ങനെയാണ് ബെസ്റ്റ് പ്രാക്ടീസ്. എന്ത്? ആദ്യം എൻറ്റയർലി ബ്ലോക്ക് ചെയ്യുക. ബ്ലോക്ക് ചെയ്തതിന്റെ ശേഷം ആവശ്യമുള്ളത് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം, ആവശ്യമുള്ള ഓരോന്നോരോന്നായിട്ട് അലോ ചെയ്യുക. മനസ്സിലായോ? അതാണ് ബെസ്റ്റ് പ്രാക്ടീസ്. അങ്ങനെയാണ് നമ്മൾ സെക്യൂരിറ്റി ടീമൊക്കെ നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിനേക്കാളും കുറഞ്ഞ വാല്യൂ കൊടുക്കുക. ഏതിനേക്കാളും? ഡിനേക്കിനേക്കാളും. അല്ലെങ്കിൽ ബേസിക്കലി ഇത് വർക്ക് ആകില്ല. കാരണം പ്രയോറിറ്റി ലെസ് ചെയ്യുമ്പോഴേ ഉള്ളൂ എന്താവുക, അലോ ആവുക. ആ ഒരു റൂള് എഫക്റ്റ് ആവുക ബേസിക്കലി. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ റിയൽ ടൈം കമ്പനിയിൽ ചെയ്യാറുള്ളത്. ഓക്കെ, ആദ്യം തന്നെ ഒരു ഹയർ പ്രയോറിറ്റി കൊടുത്തിട്ട് ഡിനേ ചെയ്യും എൻറ്റയർലി. പിന്നെ നമ്മൾ അതിനെങ്ങനെ കുറച്ച് എന്ത് ചെയ്യും, ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് ഓരോ റൂള് ക്രിയേറ്റ് ചെയ്യും. ഇനി ചില സിനാരിയോയില് പല സിനാരിയോ വരും, നിങ്ങൾ അത് മനസ്സിലാക്കുക. പല സിനാരിയോ വരും. അപ്പം ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾ പറ, ഈ VM1ന് ഈ VM3 ആയിട്ട് ഇപ്പോഴത്തെ സിനാരിയോയിൽ ഈ NSGന്റെ സിനാരിയോയിൽ ഏത് NSG ആയിരുന്നു നമ്മൾ ചെയ്തത്? ഇതന്നെ. ഈ NSGന്റെ സിനാരിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറയാം. ഓക്കെ, ഈ NSGന്റെ സിനാരിയോയില് ഈ VM1 ഈ സബ്നെറ്റ് 1ലുള്ള VMന് സബ്നെറ്റ് 2ലുള്ള VM3 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ?
പറ്റില്ല. കറക്റ്റ് പറ്റില്ല. എന്താണ് കാരണം? നമ്മളിവിടെ ഡിനൈ കൊടുത്തുകൂടെ. ഈ ഡിനൈ റൂൾ കാരണം ചെയ്യാൻ പറ്റില്ല. ERDP നോക്കണ്ട. ERDP സോഴ്സ് എവിടെയാണ്? EIP മാത്രമാണ്. EIP ഈ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ VM ആർക്കെങ്കിലും അറിയോ? EIP എന്ന് പറഞ്ഞാൽ എൻ്റെ IP മാത്രമാണ്. ഓക്കെ, എൻ്റെ IP മാത്രമാണ്. അപ്പൊ ബേസിക്കലി ഇങ്ങനെയുള്ള സിനാരിയോ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫിക്കലി നമുക്ക് റേഞ്ച് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, അത് ഞാൻ പ്രൂവ് ചെയ്ത് തരാം നിങ്ങൾക്ക്. എങ്ങനെ പ്രൂവ് ചെയ്ത് തരാം? ഞാനിപ്പം ഏതാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്? ശ്രദ്ധിക്കണേ, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതേതാ VM? ഓക്കെ, ആക്സസ് ചെയ്യാം. 192 132 58. ഓക്കെ, ഞാൻ അതിലേക്ക് ആക്സസ് ചെയ്യണം. ഓക്കെ, അതൊക്കെ കുറച്ച് ഉള്ളിലേക്ക് നമ്മൾ ഡീപ്പറായിട്ട് NSനെ മനസ്സിലാക്കുകയാണ്. ഇതിലേക്ക് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പറ്റുന്നുണ്ട്. ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിക്കാൻ പോകുന്ന സംഭവം നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലായിട്ടില്ലെങ്കിലും നെറ്റ്വർക്ക് റിലേറ്റഡ് ആണ്. പക്ഷെ NSGന്റെ മാത്രം റിലേറ്റഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം നിങ്ങൾ. ഓക്കെ, NSGന്റെ റിലേറ്റഡ് ആയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഈ VMന്റെ അകത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, നമ്മൾ NSG നമുക്ക് ബൈ ഡിഫോൾട്ട് അങ്ങോട്ട് അലോ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ നമ്മുടെ ഇവൻ പറഞ്ഞ പോലെ ഞാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. ഞാനിപ്പം ഈ ഒരു VM3 എന്ത് ചെയ്തു? ട്രൈ ചെയ്യാണ് ആക്സസ് ചെയ്യാൻ. എവിടുന്ന്? VM1 ഞാൻ ട്രൈ ചെയ്യാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രൈവറ്റ് IP. കാരണം ഒരേ നെറ്റ്വർക്കിന്റെ ഉള്ളിലാണ് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം ഒരേ നെറ്റ്വർക്കിനാണെങ്കിൽ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് IP വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടുന്ന് VM1ന്റെ ഉള്ളിലാണ് ഞാനുള്ളത്. ഇവിടെ വന്നിട്ട് ഞാൻ MSTSC എടുത്തിട്ട് ഈ പ്രൈവറ്റ് IP ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നു IP? 10.0.1.4. ഓക്കെ, 10.0.1.4 അതാണ് VM3ന്റെ IP കേട്ടോ. ഓക്കെ, അതാണ് VM3ന്റെ IP 1.4. ഓക്കെ, ഓക്കെ കൊടുത്തു. ഇത് എവിടുന്നാണ് ആക്സസ് കൊടുത്തിരിക്കുന്നത്? 1.4. ഇത് വേറെ ഏതെങ്കിലും NSG വഴി അലോ വരുന്നുണ്ടോ? 0.4. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു NSGന്റെ ഒന്ന് നോക്കട്ടെ ഞാൻ ജസ്റ്റ്. ഓക്കെ, മേക്ക് ഷുവർ ചെയ്യാൻ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ലെവലിൽ അലോ വരുന്നുണ്ടോന്ന്. ഇതിൽ VM3യിൽ നമ്മളിപ്പോൾ കറന്റ്ലി ഇതേതാണ്? VM3യിലല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്? NSG2 ആണല്ലോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോറി, അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മാറിയിട്ടുണ്ട്. NSG2 ഒരു കാര്യം ചെയ്യാം, നമുക്ക് NSG2ൽ ഈ സെയിം സംഭവം നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാം. അതും അല്ലെങ്കിൽ ഒരു മിനിറ്റ്, അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ്നെറ്റിൽ ഞാൻ ഇവിടെ മാറ്റാൻ പോവാണ്. ഓക്കെ, അതായത് NSG3 ഇൻസ്റ്റെഡ് ഓഫ് NSG2 സബ്നെറ്റ് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കാം. ചെയ്യുന്നത് മനസ്സിലാവേണ്ട ശ്രദ്ധിക്കണേ. ഞാൻ സബ്നെറ്റ് ഇവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്യാൻ പോകണം ഇയാളെ. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന NSG3യിലേക്ക് നൈസായിട്ട് സബ്നെറ്റ് 2നെ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ആ റൂൾ അഫക്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാറിപ്പോയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്നെറ്റും ഇതും. ഓക്കെ, NSG3യിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നേരെ സബ്നെറ്റ് 2 അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, സബ്നെറ്റ് 2ലാണല്ലോ VM3 ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൂള്, നമ്മൾ NSG3ന്റെ റൂളാണ് ഇങ്ങോട്ടേക്ക് എഫക്റ്റ് വരാൻ പോകുന്നത്. ഓക്കെ, മാറും. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ മാറും. ഓക്കെ, ഇതിങ്ങനെ കുറേ കളികൾ കളിക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കുറേ കളികൾ കളിക്കാം. അതേപോലെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പം നോക്കിയാൽ നിങ്ങൾ VM3യിൽ നമ്മൾ NSG3ന്റെ റൂൾ വന്നു. ഓക്കെ, നേരത്തെ അറ്റാച്ച്ഡ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് വരുന്നത് ആ പ്രശ്നം വന്നത്. ഐ മീൻ ആക്സസ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാൻ പറ്റില്ല. വർക്കായി. മനസ്സിലായോ? അറ്റാച്ചിൽ വന്ന വ്യത്യാസമാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമുക്ക് 2 VM ആണ് ഇപ്പോൾ ഉള്ളത്, VM1ഉം VM3യും. ഓക്കെ, അപ്പം ഈ NSGയിലേക്ക് വന്നു കഴിഞ്ഞാൽ VM1ലേക്ക് ഞാൻ ആദ്യം വന്നു. VM1ലേക്ക് വന്നിട്ട് നെറ്റ്വർക്ക് ഇന്റർഫേസിലേക്ക് നോക്കി. അവിടെ വന്നിട്ട് നമ്മൾ NSG ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അവിടെ വന്നപ്പോൾ എന്ത് കണ്ടു? നെറ്റ്വർക്ക് ഇന്റർഫേസ് ഏതാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? NSG1 ആണ് ഇപ്പോൾ കറന്റ്
അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അത് നേരിട്ട് ഇന്റർഫേസിലേക്ക് അറ്റാച്ച് ചെയ്താണ്. അതൊരു കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരിട്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. ഏതിലേക്ക്? VM1ലേക്ക്. അതാണ് പബ്ലിക് API കാണുന്ന VM1. ഓക്കെ, ഇനി ഞാൻ VM3ലേക്ക് വന്നു കഴിഞ്ഞാൽ VM3ന്റെ ഇന്റർഫേസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏത് NSG ആണ്? NSG3 ആണ്. ഓക്കെ, NSG3 ആണ്. NSG3 ഐദർ സബ്നെറ്റിലേക്കോ അതിലേക്കോ ഇന്റർഫേസിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതല്ല ഇവിടുത്തെ പ്രശ്നം, റൂൾ ആണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, സബ്നെറ്റ് റൂൾ ആണ് ഇവിടുത്തെ പ്രശ്നം. ഈ NSG3ന്റെ റൂൾ വന്നു കഴിഞ്ഞാൽ എന്താ കാണുന്നത്? നമ്മളിവിടെ എൻറ്റയർലി ഒരു റൂൾ ഡിനൈ കൊടുത്തു. ഓക്കെ, അതിന്റെ മേലെ ഞാൻ ആര് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്? ഈ ഒരു പബ്ലിക് API മാത്രം ആക്സസ് ചെയ്യാൻ മാത്രമാണ് അലോ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം ഈ VMന്റെ ഉള്ളിൽ പോയിട്ട് ഈ ഒരു VMലേക്ക് VM3ലേക്ക് ആക്സസ് ചെയ്യാൻ കൊടുത്താൽ, ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്താൽ സ്വാഭാവികമായിട്ടും NSG മാറിപ്പോയെ കൊണ്ട് വന്ന് സംഭവിച്ചാണ്. ഓക്കെ, കുറെ NSG ക്രിയേറ്റ് ചെയ്തതിനെ കൊണ്ട് സംഭവിച്ച ഒരു കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ റിയാലിറ്റിയിൽ VM3ലേക്ക് നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന NSG3 ആയതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ സിനാരിയോ ഇതാണ്. നമുക്ക് നേരത്തെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റേണലി അലൗഡ് ആയിരുന്നു. അത് ഹെൽപ്പ് ചെയ്തത് ഈ റൂൾ ആയിരുന്നു. പക്ഷെ അത് നമ്മൾ ബ്ലോക്ക് ചെയ്തു. എങ്ങനെ? ഇത് വെച്ചിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? അത് അലോ കൊടുക്കണേ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എൻറ്റയർലി നെറ്റ്വർക്ക് സർവീസ് ടാഗ്, ഇന്നലെ സർവീസ് ടാഗിനെ പറ്റി ചോദിച്ച ആൾക്കാർക്കുള്ള കൺഫ്യൂഷൻ കൂടി ക്ലിയർ ആവും. ഇവിടെ സർവീസ് ടാഗ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. എന്ത്? എൻറ്റയർലി നെറ്റ്വർക്ക് നമുക്ക് അലോ കൊടുക്കാം. വെർച്വൽ നെറ്റ്വർക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എൻറ്റയർലി നെറ്റ്വർക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അലോ കൊടുക്കാം. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും കൂടി കൊടുക്കണ്ട. ഒരു പർട്ടിക്കുലർ VMന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക് ഒക്കെയാണ് അലോ ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? IP അഡ്രസ്സ്, ഈ VM1ന്റെ IP അഡ്രസ്സ് അലോ കൊടുക്കുക. ഇതെന്തായിരുന്നു? VM1ൻ്റെത് 10.0.0.4 ആയിരിക്കും മിക്കവാറും. ഓക്കെ, 10.0.0.4. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ അലോ കൊടുത്തു. സോഴ്സ് പോർട്ട് ഒക്കെ ഫൈൻ. ഇവിടെ ഞാൻ IP അഡ്രസ്സ് കൊടുത്തു. ഇവിടെ എന്ത് കൊടുത്തു? 10.0. ഏതാണ്? എനിക്ക് VM3 ആണെങ്കിൽ ഏത് IP കൊടുക്കേണ്ടത്? 1.4 ആയിരുന്നു. ഓക്കെ, VM3ന്റെ 1.4 ആണ്. അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ആക്സസ് ചെയ്യാൻ 0.1.4 അതാണ് ഞാൻ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, VM3ന്റെ ഓവർവ്യൂവിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ വന്നാൽ കാണാം. ഇതാണ് ഇതിന്റെ പ്രൈവറ്റ് IP 1.4. ഓക്കെ, ആ റൂൾ ഞാൻ ഇവിടെ കൊടുത്തു. 3389 മാത്രം അലോ ചെയ്തു. ഓക്കെ, 3389 മാത്രം അലോ ചെയ്തു. പ്രയോറിറ്റി 4000 കൂടാൻ പറ്റുമോ? കൂടിയ വീണ്ടും ബ്ലോക്ക് തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അറ്റ്ലീസ്റ്റ് കുറഞ്ഞു വരണം. ഓക്കെ, കാരണം ഇവിടെ വലിയൊരു റൂൾ കിടക്കുന്നുണ്ട്. എല്ലാരെയും ബ്ലോക്ക് ചെയ്യാനുള്ള റൂൾ കിടക്കുന്നുണ്ട്. അതിന്റെ താഴേക്ക് പോകണം. മനസ്സിലായോ? ഇവിടെ എന്തെങ്കിലും ഒരു മീനിങ് ആയിട്ടുള്ള പേര് കൊടുക്കട്ടോ. ഞാൻ തൽക്കാലം കൊടുത്തേ ഉള്ളൂ. അലോ ഫ്രം, അതായത് പിന്നീട് ഏതെങ്കിലും ഒരു എഞ്ചിനീയർ ഒക്കെ വന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് റൂളിന്റെ, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൊടുത്തിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ ഒരു ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്താൽ ഈസി ആവും. ഓക്കെ, അപ്പൊ ഈ കറന്റ് നിങ്ങൾ നോക്കി ഇവിടെ എൻറ്റയർലി 4000 എല്ലാരും ബ്ലോക്ക് ചെയ്യാണ്. പിന്നീട് ഞാൻ റൂൾ കൊടുത്തു. അത് 3389 അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഈ IP മാത്രമാണ്. പക്ഷെ വീണ്ടും ഞാനിപ്പോ ഒരു ഇത് കൊടുത്തു. 10.0.04 ഇങ്ങോട്ടേക്ക് അലോ കൊടുത്തു. അപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി വർക്ക് ആവണം. എഫക്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ കൊടുത്ത് കറക്റ്റ് ആണെങ്കിൽ ഇതിങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സർവീസ് ടാഗ് കൊടുത്ത് വെർച്വൽ നെറ്റ്വർക്ക് കൊടുത്തിട്ട് അത് കൊടുക്കാം. അല്ലെങ്കിൽ സെഗ്മെന്റ് ആയിട്ട് കൊടുക്കാം. ഒരു എൻറ്റയർ സബ്നെറ്റിന്റെ സെഗ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. മനസ്സിലായോ? അതൊക്കെ കൊടുക്കാം. ഓക്കെ, വന്നു, വർക്കായി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ഞാൻ പറഞ്ഞ തന്നെയാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഒന്ന്. എന്ത്? 2 ലെവലിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും. ആദ്യം ബേസിക് അറിയാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്താണ് NSG ചോദിക്കുക. അപ്പൊ NSG നിങ്ങൾ പറയും, കാര്യങ്ങളൊക്കെ പറയും. NSGനെ പറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങളോട് ചോദിക്കും NSG ഏതൊക്കെ ലെവലിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നിങ്ങൾ പറയും സബ്നെറ്റ് ലെവലിലും അറ്റാച്ച് ചെയ്യാം, ഇന്റർഫേസ് ലെവലിലും അറ്റാച്ച് ചെയ്യാന്ന് പറയും. ഓക്കെ, പിന്നെ ഫോളോ അപ്പ് വരും. എന്ത് ഫോളോ അപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളോട് ചെക്ക് ചെയ്യാണ്, ഡീപ്പറിലേക്ക് പോവാണ് പുള്ളി. ഓക്കെ, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാണ്. നിങ്ങളിപ്പോൾ NSG എത്ര ലെവലിൽ അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ചോദ്യമൊന്നുമില്ല, അവിടെ തന്നെ അവസാനിച്ചു. നിങ്ങൾക്ക് NSGനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിച്ചു ഇന്റർവ്യൂ. ഐ മീൻ അറ്റ്ലീസ്റ്റ് ആ ഒരു സർവീസിനെ പറ്റിയിട്ടുള്ള ചോദ്യം അവിടെ അവസാനിച്ചു, NSGനെ പറ്റിയിട്ടുള്ള. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു NSG ക്യാൻ ബി അറ്റാച്ച്ഡ് അറ്റ് 2 ലെവൽസ് സബ്നെറ്റ് ഓർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ NSG സബ്നെറ്റ് ലെവലിൽ RDP അലോ കൊടുത്തു, അല്ലെങ്കിൽ RDPന്റെ കേസ് അവിടെ നിൽക്കട്ടെ, നമ്മൾ എപ്പോഴും RDP അവിടെ നിന്ന് HTTP ഞാൻ അലോ കൊടുത്തു. അതേപോലെ ഇന്റർഫേസ് ലെവലിലും HTTP പറഞ്ഞ പോർട്ട് ഞാൻ അലോ കൊടുത്തു, അല്ലെങ്കിൽ ഡിനൈ കൊടുത്തു. അപ്പം എന്താ സംഭവിക്കുന്നത്? അപ്പം നിങ്ങൾ പറയാം, നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. അവിടെ ഇവിടെ നിന്നൊന്നും കേട്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ ഇത്രേ പറഞ്ഞാൽ മതി, 2 സ്ഥലത്തും അലോ ആണെങ്കിലേ ഉള്ളൂ ഉള്ളിലേക്ക് കയറുക എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം പിന്നീട് പുള്ളി ചോദിക്കും ഓക്കെ സബ്നെറ്റ് ലെവലിൽ ഡിനൈ കൊടുത്തു, അല്ലെങ്കിൽ ഇന്റർഫേസ് ലെവലിൽ അലോ കൊടുത്തു. അങ്ങനെ വീണ്ടും ആര് കുഴക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പം വീണ്ടും നിങ്ങൾ അതന്നെ പറയാം, എന്താണ് 2 സ്ഥലത്തും അലോ ആണെങ്കിൽ ഉള്ളിൽ പോവുള്ളൂ എന്ന് പറയാം. ഓക്കെ,
ഇനിയിപ്പോ ഡിനൈന്റെ കേസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഡിനൈന്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഡിനൈ ആണ് വേണ്ടത്, പക്ഷെ അവർ സബ്നെറ്റ് ലെവലിൽ മാത്രം ഡിനൈ കൊടുത്തു, ഇന്റർഫേസ് ലെവലിൽ അലോ കൊടുത്താൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ബേസിക്കലി അത് ആദ്യം ഡിനൈ തന്നെ സംഭവിച്ചു. ഓക്കെ, ഡിനൈ തന്നെ സംഭവിച്ചു. അത് ഏതെങ്കിലും സ്ഥലത്ത് ഡിനൈ വന്നാലും ഡിനൈ തന്നെയാണ് എൻ്റെ ആദ്യം റിസൾട്ട് ഡിനൈ തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെന്താ ചോദിക്കാനുള്ളത്, വേറെ പ്രയോറിറ്റിന്റെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കും. ഓക്കെ, പ്രയോറിറ്റി അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ അവർ ചോദിക്കും ഡീഫാൾട്ട് റൂൾ, നിങ്ങൾ എങ്ങനെയാണ് റൂൾ സാധാരണ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്യാന്നൊക്കെ ചോദിക്കും. പറയാം, ഞങ്ങൾ ഒരു റൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് എൻറ്റയർലി ആദ്യം ഡിനൈ കൊടുക്കാറുണ്ട്, ഒരു ഹയർ പ്രയോറിറ്റി വാല്യൂ കൊടുത്തിട്ട് ഒരു ഡിനൈ കൊടുക്കാറുണ്ട്. ആ ഡിനൈൻ്റെ മേലെ ആവശ്യമുള്ളത് നിങ്ങൾ അലോ കൊടുക്കാറാണ് പതിവ് എന്ന് പറയണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് പറയണം. അത് വേറൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾ പറയാം. ഓക്കെ.